പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോമോൻ ആരക്കുഴ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഈ ഇൻലിസിറ്റായ കുർബാനയിൽ ആദ്യ കുർബാന സ്വീകരിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ ആത്മനാശത്തെ കാണാത്ത പിതാക്കന്മാരെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾ പിതാക്കന്മാരെന്ന് വിളിക്കും? ബോസ്കോ പിതാവ് എന്ന ഒരു ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യൻ, കള്ളന്മാർക്ക് കൂട്ടുകൂടി നിൽക്കുന്ന മനുഷ്യൻ, എന്തേ നിങ്ങൾ ഒരു ബലി അർപ്പിച്ചിട്ട് നിങ്ങൾ അർപ്പിക്കുന്ന ബലിയിൽ നിന്ന് ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അത് അദ്ദേഹം ചോദിച്ചതാ. സത്യമാണത്. അത് ചെയ്യാത്തത് കൊടിയ തിന്മയാണ്. 9 ഡീക്കന്മാരുടെ പട്ടം തടഞ്ഞത് സഭയിൽ ദൈവഭയമില്ലാത്ത വൈദികർ കൂടണ്ട എന്ന് പറഞ്ഞാണെങ്കിൽ, ഇൻലിസിറ്റായ കുർബാന അങ്ങനെ അവരെ കൊണ്ട് ചെല്ലിക്കുന്നത് അവരുടെ ആത്മാവിനും ആയുസ്സിനും അവരുടെ അഭിഷേകത്തിനും തിന്മയാണെന്നും നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് കൊണ്ടാണല്ലോ പൂട്ടിയത്. എന്നാൽ അതുപോലെ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഒരു കാര്യം പറയട്ടെ, ഞാനൊരപ്പനാണ്. എൻ്റെ ജീവൻ വേണമെങ്കിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കൊടുക്കും. അതിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ കൊടുക്കും. എന്തുകൊണ്ട്? നിങ്ങൾ അധികാരികളല്ലേ. നിങ്ങളെ ബഹുമാനിച്ചോ ബഹുമാനിച്ചില്ലയോ എന്നുള്ളതല്ല. ഈ വിമതരായി നിൽക്കുന്ന പുരോഹിതർ നിങ്ങളെ ബഹുമാനിച്ചില്ലെങ്കിലും നിങ്ങൾ കൽപ്പന പുറപ്പെടുവിക്കുക. ഈ കുർബാന ആരും സ്വീകരിക്കേണ്ട, ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ ബലിയർപ്പിക്കും, അവിടെ വന്ന് കുഞ്ഞുങ്ങൾക്ക് ആദ്യ കുർബാന കൊടുക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ സഹിക്കില്ല ഞങ്ങൾക്ക്. ആത്മരക്ഷയാണ് ലക്ഷ്യമെങ്കിൽ ജീവൻ പണയം വെച്ച് നിങ്ങൾ പറയണം, നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ഞങ്ങളെ കൊല്ലടാ, എന്നാലും ഞങ്ങൾ ഈ കർത്താവിന് വേണ്ടി ഈ ആത്മാക്കളുടെ നാശം ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എന്തേ നിങ്ങൾക്ക് പറയാൻ വിഷമം? നിങ്ങളുടെ കുപ്പായത്തെ ചെളി പറ്റുമോ? നിങ്ങൾ എന്തുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല? ചങ്കുപൊട്ടുന്ന വേദനയോട് ചോദിക്കുക. അതുകൊണ്ട് എത്രയും വേഗം കഴിഞ്ഞതൊക്കെ കഴിയട്ടെ. ഇനിയെങ്കിലും 2 ദിവസത്തേക്കോ തൊട്ടടുത്ത ദിവസം ഇതിനു വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് സഭയിലെ ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോകുന്നതിൽ നിന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കടമയുള്ള നിങ്ങൾ മിണ്ടാതിരിക്കരുത്. തട്ടിൽ പിതാവേ, അങ്ങൊരു കൽപ്പനയിട്. അങ്ങൊരു കൽപ്പനയുടെ. കുറെ പള്ളികളിലെങ്കിലും സിനഡ് കുർബാന നടക്കുന്നുണ്ടല്ലോ. ആ പള്ളികളിലേക്ക് വിളിച്ച് നിങ്ങൾ വന്ന് കുർബാന ചെല്ലേ. ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഞങ്ങളുടെ ഈ സങ്കടം നിങ്ങൾ കാണണമേ. എന്തേ 9 ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാത്തത്? അതിന് കാരണമുണ്ട്. അതുപോലെ തന്നെയാണ്, അതുപോലെ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നിന്ന് ആദ്യ കുർബാന സ്വീകരിക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത്. അതിനെതിരെ നിങ്ങൾ എത്രയും വേഗം ഇടപെടണം, പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളോട് യാചിക്കുക. വാക്കുകൾ നിർത്തുന്നു. ഈ 2 പിതാക്കന്മാരും, തട്ടിൽ പിതാവും അതുപോലെ തന്നെ ബോസ്കോ പുത്തൂരും, നിങ്ങളുടെ മൗനം പാപം കൂടാനാണ് കാരണമായി തീരുന്നതെങ്കിൽ ഈ ആത്മാക്കൾക്ക് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. ചങ്കുപൊട്ടുന്ന വേദനയോടെയാണ് ഞങ്ങളിത് പറയുന്നത്. ആമേൻ. എത്രയും വേഗം ആരെങ്കിലും ഇത് 2 പിതാക്കന്മാർക്കും ഒന്ന് എത്തിച്ച് സഹായിക്കണമേ.